ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൂന്നാമത്തെ ഇഫ്താർ വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു മഴക്കാറൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ സപ്പോട്ടയും മാംഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് മാംഗോയും ചിക്കും ഒക്കെ ജ്യൂസ് അടിക്കല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാല് നമുക്ക് കാച്ചി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പാല് നമ്മൾ അടുത്തുള്ള സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ നേരത്ത് നമുക്ക് കിട്ടുന്നത്. രാവിലെയും വൈകുന്നേരത്ത് മാത്രമാണ് സൊസൈറ്റിയിൽ നിന്ന് പാല് കിട്ടുന്നത്. കുറച്ചും കൂടി നേരത്തെ കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നേരത്തെ കാച്ചി വെച്ചിട്ട് നല്ല തണുത്ത പാലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതാവുമ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. റാഗിപ്പൊടിയൊക്കെ കോറപ്പൊടിയിൽ അതും പിന്നെ അരിപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ ഈ മാവിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം ഇതിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മയാണ് നൂൽപുട്ടൊക്കെ പീച്ച് തരുന്നത്. കാരണം ഞാൻ അമർത്തി കഴിഞ്ഞാൽ ആ മാവൊന്നും അതിനകത്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഈ ഒരു നൂൽപുട്ട് നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചട്ടിയിൽ വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിതാ ഫ്രൂട്ട്സ് ഇല്ലേ, ചിക്കും മാംഗോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡ് വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, ഇടിയും മിന്നലൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കറണ്ട് പോയാലോന്നൊക്കെ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ജ്യൂസൊക്കെ. അപ്പോൾ അത് നമ്മൾ ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മളിത് നൂൽപുട്ട് ഇവിടെ ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഹോട്ട് ബോക്സിൽ ഇട്ടിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഹോട്ട് ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് ടേബിളിൽ കൊണ്ട് വെക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് ഇതൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. അപ്പോൾ റാഗിൻ്റെ നൂൽപുട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളത് ചിക്കു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ചിക്കു എടുത്തിട്ടുണ്ട്, ഒരു 3 ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര, പിന്നെ വാനില എസെൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് വാനില എസെൻസ് ഇതിൽ ചേർത്തിട്ട് നമ്മൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ. അതുപോലെ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതാക്കിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാല് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇതിലിപ്പോൾ പാലൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ടേബിളിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതവിടെ ബ്രദർ തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് തരുന്നുണ്ട്. നെക്സ്റ്റ് ജ്യൂസാണ് മാംഗോൻ്റെ. അപ്പോൾ മാംഗോയും അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതിനുശേഷം എന്താ നമ്മളിതിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നൂൽപുട്ടിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴവും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നൂൽപുട്ടിന് കഴിക്കില്ല. അതിൻ്റെ പഴത്തിന് പകരം ഞാൻ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ളതിലും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽക്കും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ, തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് ടേബിളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 ജ്യൂസാണ്, ചിക്കും അതുപോലെ മാംഗോവും. ഇത് നമ്മുടെ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നൂൽപുട്ടിന് നമ്മൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മാംഗോയും പാലും വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം. പിന്നെ പഞ്ചസാരയും കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പശുമ്പാലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പള്ളിയിലെ കഞ്ഞിയാണ് കേട്ടോ, പള്ളിക്കഞ്ഞി. അപ്പോൾ പള്ളിക്കഞ്ഞിയും കൂടെ ഒരു പാത്രത്തിലേക്കായിട്ട് നമ്മൾ ഒഴിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നൂൽപുട്ട് മാത്രം ഇങ്ങനെ പ്ലേറ്റിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 മാത്രമായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ കുറച്ച് ഈസി ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഹോട്ട് ബോക്സിൽ അങ്ങനെ ഇരിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല നിലവിളിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ പിടിച്ച് വലിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചതാ ടൈഗറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പുറത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാലും ബിസ്ക്കറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കഴിച്ചിട്ട് അതിന് ഈ പ്ലേറ്റിന് പുറത്തായിരിക്കും പകുതി ഉണ്ടാവുക. അത് നമുക്കൊരു രണ്ടാമത്തെ ഒരു പണിയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നല്ല കാറ്റും ഇടിയും മിന്നലൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയിരുന്നേ. അങ്ങനെ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് ബാങ്ക് കൊടുക്കാനൊന്നും സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മഴ പെയ്യും തന്നെ വിചാരിച്ചു. നല്ല ചൂടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പെയ്യും തന്നെ വിചാരിച്ചു. പക്ഷേ ആ ദിവസം മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റും ഇടിയും മിന്നലൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും മഴ പെയ്യുന്ന തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം പോയി ഇരിക്കുന്ന സമയമാകുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളത് ആ നോമ്പ് തുറക്കാനായിട്ടുള്ള സെറ്റിൽ എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്.
അന്ന് ഫുഡ് ചീക്കു ജ്യൂസ്, നമ്മുടെ പള്ളിക്കഞ്ഞി, മാംഗോ ജ്യൂസ്, പിന്നെ നൂൽപുട്ടിനുള്ള മറ്റേ ഞാൻ പറഞ്ഞില്ലേ മാംഗോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അതും, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഇത്രേ ഉള്ളൂ. പിന്നെ ചായ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമ്മളിപ്പോൾ എടുക്കില്ല, കഴിക്കാനാകുമ്പോഴേ എടുക്കുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ, ആ ടൈം ആകുമ്പോഴേ എടുക്കുള്ളൂ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.